ഒടുവിൽ കൊയ്ത്തും മെതിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും കൂടി വരുമ്പോൾ കരിങ്കാലികളെ കൊണ്ട് വന്നവൻ കമ്മീഷൻ വാങ്ങിക്കാൻ വരമ്പത്ത് കാത്തു നിൽക്കുന്നു. എല്ലാവരും കൂടെ ചെരിക്കെടുത്തിട്ട് അങ്ങോട്ട് കൊടുത്തു. അവൻ എടുത്തു വെച്ച ഒറ്റ ഓട്ടം. ഓടി ഓട്ടത്തില് ആള് പഞ്ചായത്ത് കളത്തിലേക്ക് പോയി. എന്താടാ ഞാൻ ഇതിന്റെ വാതിൽക്കൂടെ പോയപ്പോ എല്ലാവരും ഇത്രയും ചിരിക്കാൻ? അയ്യോ, ഞങ്ങളൊരു കാര്യം പറഞ്ഞ് ചിരിച്ചു പോയതാണ്. നിന്റെയൊക്കെ സംഘം ചേരലും പരിപാടിയെല്ലാം എന്റെ വീട്ടുമുറ്റത്താന്ന് ഓർമ്മ വേണം. അതിന് കടന്നാൽ ഞാൻ തീ വെച്ച് കളയും. അങ്ങനെ അങ്ങ് പേടിപ്പിക്കാതെ. എന്റെ പറമ്പിലാണ് ഈ ഓഫീസ് കെട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ തീ വയ്ക്കാൻ വന്നേരെ കോണിച്ചേരാം. അഹങ്കാരി, നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കാൻ വരുന്നത്? ഞങ്ങൾ പാവപ്പെട്ട തൊഴിലാളികൾ, ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതേക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി ഇവിടെ കൂടിയിരിക്കുകയാണ്. നിന്റെയൊക്കെ ഗൂഢാലോചന നിർത്തിത്തരാവിടാ. നീ ആരോടാണ് സംസാരിക്കുന്നത് അറിയാമോ? കൊച്ചങ്ങന്റെ കയ്യിലേക്ക് സാധനം എന്ന് പറയുമ്പോ അവന്മാർ യൂണിയൻ ഉണ്ടാക്കുവോ, ആഫീസ് തുറക്കോ, എന്തെങ്കിലും ചെയ്യട്ടെ. നീ എന്തിനാ ഇതൊക്കെ ഇടപെടുന്നത്? നമുക്കെതിരായിട്ടാണ് അവർ സംഘടിക്കുന്നത്. ഇന്ന് രാത്രി തന്നെ ഞാനിത് പൊളിച്ചു മാറ്റും. പതുക്കെ പറ. അമ്മാരെങ്ങാനും കേട്ടാൽ നമ്മൾ ഓഫീസ് പൊളിക്കുന്നതിന് അമ്മാരെ നമ്മൾ അറ പൊളിക്കും. അതിന് ചുണയുള്ള ഒരു പട്ടികളും ഈ നാട്ടിലില്ല. അച്ഛാ, നമ്മുടെ വീട്ടുമുറ്റത്ത് ഇങ്ങനൊരു യൂണിയൻ ഓഫീസ് വളരാൻ അനുവദിച്ചാൽ പിന്നെ നമുക്ക് തലപൊക്കി നടക്കാൻ വയ്യാതാകും. കഥ ഉണ്ടെങ്കിലല്ലേ പൊക്കിയെടുത്ത് നടക്കേണ്ട കാലത്തെ പറ്റി ആലോചിച്ചിട്ടുള്ളൂ. സമസ്ത തലകളും കൊയ്തെടുക്കാനാണ് അവരുടെ പ്ലാൻ. ശരിയ, ഇന്നലെ മീറ്റിംഗിൽ പാടി കേട്ടില്ലയോ? നമ്മൾ കൊയ്യും തലയല്ല, നമ്മുടെ ലാഭം പഞ്ചിരിയെ. പിടിച്ചു പറയുന്നു, നമ്മൾ കൊയ്യും വയലല്ല, നമ്മുടെ നാളെ പൈങ്കിളി എന്നാ പറഞ്ഞത്. അയ്യോ, അത് ഞാൻ കേട്ടതിന്റെ മിച്ചമായിരിക്കും. കൊച്ചുകുറുപ്പേ, എന്താ ഇവന്മാരുടെ ഉദ്ദേശം? ഉദ്ദേശമൊന്നുമില്ല. നമുക്കൊക്കെ തല വേണോ കാശ് വേണോ എന്നൊക്കെ നിശ്ചയിച്ചോണ്ടാ മതി. ആ സുരേന്ദ്രനാ ഇവന്റെ ഒക്കെ നേതാവ്. ആ റാസ്കലിനെ ഞാൻ ശരിയാക്കി തരാം. ശരിയാണ്, കേട്ടിട്ടുള്ളൂ. അവന്മാർ എന്ത് ചെയ്യാൻ മടിയില്ലാത്തവരാണെന്നാ തോന്നുന്നു. എന്ന് വെച്ച് വേഗ ഭയം എത്ര കാലമാണ് ജീവിക്കുന്നത്? അങ്ങനെ പറഞ്ഞു കൊടുക്കണം കൊച്ചുകുറുപ്പേ. അച്ഛൻ എന്ത് പറഞ്ഞാലും ഭയമാണ്. ആ വാദത്തിൽ ആര് വിളിച്ചാൽ വെട്ടിക്കളയണമെന്നാണ് എന്റെ പ്രമാണം. ഇവൻ വല്ല വഴക്കിനോ വക്കാടത്തിനോ പോകുന്ന എന്റെ ഭയം. ചേട്ടാ, സുരേന്ദ്രനെ പാട്ടിലാക്കിയാലേ നമുക്കൊരു സ്വൈര്യമായി ജീവിക്കണം. അതിനെന്താ വഴി? അതിനൊറ്റ വഴിയേ ഉള്ളൂ. സുരേന്ദ്രന്റെ സ്ഥലത്തല്ലേ യൂണിയൻ ഓഫീസ് തുറന്നിരിക്കുന്നത്. ആ സ്ഥലം ചേട്ടനങ്ങ് വായിച്ചാൽ മതി. അത് അവൻ തന്നില്ലെങ്കിലോ? അതിന് വഴി ഞാൻ പറഞ്ഞു തരാം. സുരേന്ദ്രന്റെ ബംഗളെ കെട്ടിക്കാൻ കുറെ പണം കടം വാങ്ങിയിട്ടില്ലേ? ഉണ്ട്. അതിനൊരു വസ്തു എഴുതിത്തരണമെന്നുണ്ടോ? വേണ്ട, കടം വീട്ടുന്നവരെ അവൻ ഇവിടുത്തെ വേലക്കാരായിട്ട് വെച്ചാൽ മതി. അടിമയെ മെരുക്കി എടുക്കുന്നവരെ ക്രമേണ അവരെ മെരുക്കി എടുക്കാം. അതൊരു ബുദ്ധിയാണല്ലോ. ഞാൻ ഗോവിന്ദനോട് പറയാം. സ്ഥലം അങ്ങനത്തെ പേർക്ക് എഴുതി തരുന്നത് എനിക്ക് സമ്മതമാണ്. പക്ഷേ വിവരം കെട്ട എന്റെ തന്ത അത് എന്റെ മോന്റെ പേരിൽ എഴുതി കളഞ്ഞു. ഇനി അവൻ സമ്മതിക്കില്ല. എടാ, എനിക്ക് നിന്റെ സ്ഥലം വേണ്ട. പക്ഷെ എന്റെ പണം തന്നു തീർക്കാൻ നിന്റെ മോനോട് പറ. അങ്ങനിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചത് ഞാനാണ്. അത് കുറേശ്ശെ തന്നു തീർത്താൽ മതിയെന്ന് അന്ന് അങ്ങന്ന് പറഞ്ഞതല്ലേ? എടാ, എനിക്ക് കൃഷിപ്പണിക്ക് പണം ആവശ്യമുണ്ട്. അവിടെ ചോദിക്കുന്നത്. അങ്ങന്നൊരു വാക്ക് പറഞ്ഞാൽ മരിച്ചാലും മാറ്റാത്തവനാണെന്ന് എനിക്കറിയാം. ഇപ്പൊ ഈ പണം ഒരുമിച്ച് വേണോന്ന് പറഞ്ഞാൽ ഞാൻ എവിടുന്ന് തരാനാണ്? ശരി, എന്റെ കടം തീർന്നു വരെ നിന്റെ മോനോട് വീട്ടിൽ വന്ന് ജോലി ചെയ്യാൻ പറ. എന്താടാ? പറയാം. അഞ്ചല്ലേ, നിന്റെ മോനെ തിളയ്ക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എടീ, കുറുപ്പദ്ദേഹം പണം തന്നുകൊണ്ടാണ് അന്ന് ഇവളുടെ വിവാഹം നടന്നത്. അതിനെന്താ, കടം തീർക്കാതെ നമ്മൾ ഈ വീടും പൊളിച്ചോണ്ട് പോകത്തില്ലെന്ന് പറയണം. ഈ ന്യായം നീ എന്റെ തന്നയോട് പറഞ്ഞാൽ മതി. മുതലാളിയുടെ മുമ്പിൽ അച്ഛന്റെ നാവ് ഉയരൂല്ലമ്മേ. എടാ, അന്ന് ഞാൻ പേടിച്ച് കഴിഞ്ഞുകൊണ്ടാണ് ഇന്ന് ഈ കിടപ്പാടുണ്ടായി. ജോലി ചെയ്തിട്ടാണെന്നാ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. തർക്കുത്തരം പറയാനല്ലേ നീ പഠിച്ചിട്ടുള്ളൂ. ചേട്ടൻ പറയുന്നത് ശരിയല്ലേ അച്ഛാ? ആ, നീയും അവന്റെ കൂടെ കൂടിക്കോ. എടാ, നീ മനസ്സ് വെച്ചാ ആ പണം കൊടുക്കാതെ കഴിക്കാം. ഞാനെന്തോ വേണം? ആ യൂണിയൻ ഓഫീസ് ഇട്ടിരിക്കുന്ന സ്ഥലം കുറുപ്പദ്ദേഹം പണ്ടേ മോഹിച്ചതാ. അങ്ങനെ വരട്ടെ. അപ്പോ സ്ഥലത്തിനോടുള്ള മോഹമല്ല, അവിടെ 4 ചെറുപ്പക്കാർ കൂടുന്നത് അച്ഛന്റെ മുതലാളിക്കും മോനും തലവേദനയാണ്. നിനക്ക് യൂണിയനാണോ കുടുംബമാണോ വലുത്? എനിക്ക് രണ്ടും വലുതാ. എടാ, മുതലാളിമാരെ താങ്ങി നിന്നാലേ നമുക്ക് ജീവിക്കാനോ? അയ്യോടാ, എന്തൊരു അഭിമാനത്തോടെയാണ് സംസാരിക്കുന്നത്. അച്ഛാ, ഈ മുതലാളികൾക്ക് മുട്ടുകുത്തിയാലേ നമുക്ക് ജീവിക്കാൻ പറ്റും. ഈ താന്തോന്തരം പറയുന്ന ആരും കേൾക്കരുത്. എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്? കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്ത് കടം വിട്ടും. അത് തന്നെയാ ഞാനും ഏറ്റിട്ട് വന്നിരിക്കുന്നത്. നാളെ മുതൽ നീയും കൂടെ ജോലിക്ക് വരണം. എവിടെ?
എവിടെ? എന്റെ തന്തയുടെ വീട്ടിലേക്ക്. എവിടെയാണെന്ന്? എടാ, കുറുപ്പദ്ദേഹത്തിന്റെ വീട്ടിലേക്കെന്ന്. തോട്ടിപ്പണിക്ക് പോയാലും അയാളുടെ ജോലി എനിക്ക് വേണ്ട. നിന്നെ കൊണ്ടു ചെല്ലാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടാണ് വന്നത്. ഓഹോ, അപ്പോ മുതലാളിയുടെ പീരി സമ്പാദിക്കാൻ വേണ്ടി അച്ഛൻ എന്നെ അടിമക്കച്ചവടം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലേ? അവന് ഇഷ്ടമില്ലാതെ നിങ്ങൾ എന്തിനാ വാക്ക് കൊടുത്തത്? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് നീ ആരായിരിക്കും? ചേട്ടൻ പോകണ്ട. നീ പൊടിയാണ്. എടാ, നീ എന്റെ കൂടെ വരുന്നോ ഇല്ലയോ? ഞാൻ വരണമെന്ന് അച്ഛൻ നിർബന്ധമാണ്. ആ, നിർബന്ധം. ശരി. ഞാൻ വളർത്തിയവനല്ലേ, ഞാൻ പറയുന്നത് കേൾക്കുമോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. അവന്മാരുടെ മുമ്പിൽ എന്നെ പട്ടിയാക്കുന്നതിനേക്കാൾ അച്ഛനെ കഴുത്ത് വെട്ടി വെട്ടു. അച്ഛൻ മോനെ സുരേന്ദ്രൻ, എന്തിനാണ് ഈ അച്ഛനോട് പിടിവാശി? അച്ഛ, മനുഷ്യന് അഭിമാനമാണ് ഏറ്റവും വലുത്. ഈ കിടപ്പാളത്തിന്റെ കടം വീട്ടാൻ നിവൃത്തിയില്ലായിട്ടാണ് ഞാൻ അദ്ദേഹത്തോട് വാക്ക് പറഞ്ഞു പോകുന്നത്. നീ അച്ഛനോട് ക്ഷമിക്കും. ചേട്ടാ, എന്താ ശാന്തേ? ശാന്തേ, എനിക്ക് വേണ്ടിയല്ലേ കടം വാങ്ങിച്ചത്? ഈ ആഭരണങ്ങളെല്ലാം വിറ്റ് കടം വീട്ടണം ചേട്ടാ. വേണ്ട ശാന്തേ, ഒരിക്കൽ നിനക്ക് വാങ്ങിത്തന്ന ആഭരണങ്ങൾ മുഴുവൻ നിന്റെ ഭർത്താവ് വിറ്റ് നശിപ്പിച്ചതുകൊണ്ടാണ് ഇത് നിനക്ക് വാങ്ങിത്തന്നത്. ഇനി ഇതും കൂടി വിറ്റാൽ സാരമില്ല ചേട്ടാ. വേണ്ട ശാന്തേ, ഞാൻ പൊയ്ക്കൊള്ളാം. നിനക്ക് വേണ്ടി ഞാൻ ജോലിക്ക് പൊയ്ക്കൊള്ളാം. ഈ വീട്ടിൽ എങ്ങനെയൊക്കെയാ പെരുമാറേണ്ടെന്ന് പറഞ്ഞു കൊടുത്തിട്ടാണോ നിന്റെ മോനെ വിളിച്ചോണ്ട് വന്നത്? ആന്നേ. ആ, ഇവൻ ജോലിയൊക്കെ നേരെ ചെയ്യൂടാ? ചെയ്യുമേ. സുരേന്ദ്ര, എന്താടാ ഇടാന്നോ? പിന്നെ നീ എന്നെ എന്തോന്നാ വിളിച്ചത്? അച്ഛൻ ചുമ്മാ ഇരിക്കച്ച. എനിക്ക് പേരുണ്ട്, സൗകര്യം ഉണ്ടെങ്കിൽ അത് വിളിച്ചാൽ മതി. എടാ പോകുന്ന ഇവനൊരു അഹങ്കാരിയാണല്ലോടാ. എടാ മോനെ, നിന്നെ എടാന്ന് വിളിച്ചാലും നീ കുഞ്ഞിനെ വിളിച്ചാവും. എന്തോ നിന്റെ കുഞ്ഞ്? പിന്നെ മര്യാദയായിട്ട് സംസാരിക്കണം. ഞാൻ ജോലിക്ക് വന്നെന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളുടെ അടിമയൊന്നുമില്ല. ഇങ്ങോട്ട് പെരുമാറുന്നവർ അങ്ങോട്ടും പെരുമാറും. എന്തിനെ തിരുവനന്തപുരം വിളിക്കണോടാ? വേണ്ട, എന്റെ പേര് വിളിച്ചാൽ എനിക്ക് മനസ്സിലാകാ. ഇതിനെ വിളിച്ചിട്ട് തെങ്ങിനെ തട പഠിപ്പിക്കും. ഇത് ഞാൻ ചെയ്തോളാം മോനെ. ഇന്ന് വരെ നീ ഇത് വല്ലതും ചെയ്ത് ശീലിച്ചിട്ടുള്ളതാണ്. സാരമില്ല അച്ഛ, നമ്മൾ വാങ്ങിച്ച കടം നമ്മൾ തന്നെ തീർത്തല്ലേ പറ്റൂ. ജോലി ചെയ്ത് ഞാൻ തീർത്തോളാം. എന്റെ അമ്മ ഇതെങ്ങാനും കണ്ടാൽ? അതൊന്നും സാരമില്ല, അച്ഛൻ പൊയ്ക്കോളാം. നിലത്ത് നോക്കി കിടക്കണം. ഞാനാ കിടക്കുന്നത്. അതിന് ഞാൻ എന്ത് വേണം? ഞാനിൽ ചവിട്ടരുത്. നീ ആരോടാ കൽപ്പിക്കാൻ? ഞാൻ ആരോ ആയിക്കോട്ടെ, ഞാനിൽ ചവിട്ടരുതെന്നാ പറഞ്ഞത്. എന്റെ അച്ഛന്റെ ഞാരാ ചവിട്ടിയ നീ എന്ത് ചെയ്യും? ഇക്കണക്കിനാണെങ്കിൽ തന്തൊരു തലയ്ക്കും ചവിട്ടുമെന്ന് തോന്നുന്നല്ലോ. എന്ത് പറഞ്ഞാ? ചാടാതെ അടങ്ങി നില്ലടി പെണ്ണെ. ഞാനിതൊക്കെ ചവിട്ടി നശിപ്പിക്കൂടാ. നീ എന്നെ എന്ത് ചെയ്യും? അയ്യോ, എന്റെ കാലില് മുള്ളുകൊണ്ടോ? ആ മുള്ളുകൊണ്ടെങ്കിൽ കണക്കായി പോയി കൊണ്ടുവച്ച് അനത്ത്.